എന്റെ അബി അവന്റെ അച്ഛനെ കണ്ടതിൽ എന്താ തെറ്റ്? അതിനെന്തിനാ അമ്മ അവനെ തല്ലിയത്? മിണ്ടരുത് നീ. ഇത് ഞാനും എന്റെ മോനും തമ്മിലുള്ള പ്രശ്നമാണ്. അതിനകത്ത് നീ എന്തിനാ ഇടപെടുന്നത്? നിന്നോട് AN ജ്വല്ലറിയുടെ മോഡലായിട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടും നീ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുവല്ലേ? നിന്നെ പോലെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ എന്റെ മോൻ അങ്ങനെ പോയാലുണ്ടല്ലോ, തല്ലുവല്ല, അവനെ ഞാൻ തല്ലിക്കൊല്ലും. അമ്മയുടെ മോനാണെന്ന് കരുതിയേ ഇപ്പൊ അബി എന്റെ ഭർത്താവാ, എന്റെ കുഞ്ഞിന്റെ അച്ഛനാ. അതുകൊണ്ട് അവനെ നോവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോ അത് ചോദ്യം ചെയ്യേണ്ടി വരും. ചെയ്യടി, ചോദ്യം ചെയ്യ. ദേ ഞാൻ നിൽക്കാണ്. എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? ചോദിക്കാനുള്ളത് തന്നെയാ ഞാൻ ചോദിച്ചത്. ഒരു മകൻ അവന്റെ അച്ഛനെ കണ്ടതിന് എന്തിനാ ഇങ്ങനെ തല്ലിയതെന്ന്. അതിനുള്ള ഉത്തരം തരാം. എനിക്ക് തല്ലണമെന്ന് തോന്നി, ഇനിയും തല്ലും. എന്താ അതിന് പകരം നീ എന്നെ തല്ലുവോ? അമ്മ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ആ അച്ഛൻ പാവമായിരിക്കും, അമ്മ തന്നെ ആയിരിക്കും എന്തേലുമൊക്കെ തെറ്റ് ചെയ്തത്. എടി വേണ്ട, എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ നോക്കണ്ട. അങ്ങനെ ചെയ്താലേ ചിലപ്പോ തിരിച്ചും കിട്ടിയെന്നിരിക്കും. പിന്നെ അമ്മായിയമ്മയെ മരുമോള് തല്ലിന്നുള്ള പേരുദോഷം കൂടെ അമ്മയ്ക്ക് കിട്ടും. നീ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യൂടി. കാരണം നീ ആ കനകയുടെ മോളല്ലേ. എനിക്ക് കനക എന്ന് പറഞ്ഞൊരു അമ്മയും ഗോവിന്ദൻ എന്നൊരു അച്ഛനും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ വെറുതെ അവരുടെ പേര് പറയുന്നേ? വെറുതെ വഴക്കിന് ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി വരിക. ആരടി വഴക്കുണ്ടാക്കുന്നത്? ഞാനിവിടെ വെറുതെ ഇരുന്നപ്പോ നീയല്ലേ ഇങ്ങോട്ട് വന്ന് ഓരോന്ന് ചോദിച്ചത്? ഞാൻ എന്തായാലും അഭിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അച്ഛന് മോനോട് സ്നേഹമാണെങ്കിൽ ഉറപ്പായിട്ടും മോൻ അച്ഛനെ കണ്ടിരിക്കും. അതിലേ ഒരു തെറ്റുമില്ല. അഭിയെ മൂർത്തീസ് ജ്വല്ലറിന്ന് പുറത്താക്കിയപ്പോഴേ അവന് ആശ്വാസമായിട്ട് നിന്നത് അവന്റെ അച്ഛൻ മാത്രമാ. ആ അച്ഛൻ കാരണ ഞങ്ങൾക്ക് അവിടെ ജോലി കിട്ടിയത്. എന്നിട്ട് അന്ന് നീ പറഞ്ഞത് നിന്റെ മിടുക്കുകൊണ്ട് കിട്ടിയെന്നൊക്കെയാണല്ലോ. ആ അങ്ങനെയായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ അതിന്റെ പിന്നിൽ അവന്റെ അച്ഛന്റെ സ്വാധീനം ഉണ്ടായിരുന്നു പിന്നീടാ ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഇപ്പൊ ഞങ്ങൾ അന്യരുടെ ചെലവിലല്ല ജീവിക്കുന്നത്. ഇവിടുന്ന് പുറത്തു പോയാലും ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തൽക്കാലം അബിയുടെ അച്ഛനെ തള്ളി പറയാനേ ഞങ്ങൾക്ക് പറ്റില്ല. പിന്നെ ഭീഷണിപ്പെടുത്തിയ അമ്മയ്ക്ക് വേണമെങ്കിൽ മോനെ വരുതിയിൽ നിർത്താം. പക്ഷെ എന്റെ അടുത്തത് വേണ്ട.